ഇന്നൊരു 4 മണി പലഹാരമാണ് തഞ്ചാവൂർ സ്പെഷ്യൽ തവളവട. പേര് കേട്ടിട്ട് ഇത് എന്താണാവോ എന്ന് ചിന്തിക്കുന്നുണ്ടാവൂല്ലേ. കാണാൻ നമ്മുടെ പരിപ്പ് വടയുടെ അതേ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇതില് ഇൻഗ്രീഡിയൻസിലും ടേസ്റ്റിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. ഇതിലേക്ക് പച്ചരി വേണം, ഒരു 1/2 കപ്പിന്റെ 1/4 ഭാഗത്തോളം. പിന്നെ തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ് ഇതെല്ലാം 1/3 കപ്പ് വെച്ച് വേണം ഓരോന്നും. പിന്നെ ഇതിന്റെ കൂടെ 5-6 വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടി. ഇനി ഇതില് ചെറുപയർ പരിപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻക്ലൂഡിങ് വറ്റൽമുളക് ഉൾപ്പെടെ നന്നായി കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ കുതിർത്തിടണം, ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ. അതിനുശേഷം നന്നായിട്ട് വെള്ളം വാർത്ത് വെക്കണം. ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ 4-5 മണിക്കൂർ അതും കുതിർത്ത് വെക്കാം. എന്നിട്ട് വെള്ളം വാർത്ത് വെക്കണം. ഇനി ചെറുപയർ പരിപ്പ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ തന്നെ കറക്റ്റ് ഉപ്പ് ചേർക്കണം. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇതേപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത്ര തരിതരിപ്പായിട്ട് ടൈറ്റായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന്റെ കൂടെ നമ്മൾ മൂങ് ദാൽ ചേർത്തിട്ടില്ല കേട്ടോ, ചെറുപയർ പരിപ്പ് ചേർത്തിട്ടില്ല, ശ്രദ്ധിച്ചില്ലേ. ഇനി ഈ അരച്ചെടുത്ത മാവിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, വലിയുള്ളി പൊടിപൊടിയായി അരിഞ്ഞത് ചേർക്കാം. കൂടെ തേങ്ങാക്കൊത്ത് ഒരു 1/4 കപ്പ്, കായത്തിന്റെ പൊടി 1/4 ടീസ്പൂൺ, പിന്നെ പുളിയുള്ള തൈര് 1 ടേബിൾ സ്പൂൺ. അത്രയും മതി കേട്ടോ, അതിൽ കൂടുതലാവണ്ട തൈര്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുതിർത്ത് വെള്ളമെല്ലാം നല്ലോണം ഊറ്റിക്കളഞ്ഞ ചെറുപയർ പരിപ്പ് അരയ്ക്കാതെ തന്നെ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ മാവിന്റെ നടുക്ക് ഒരു ചെറിയ കുഴി പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് ഒരു താളിക്കാൻ വേണ്ട പോലെയുള്ള ഒരു പാത്രം വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതൊന്ന് പിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ കറിവേപ്പില ഒന്ന് ക്രിസ്പി ആയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പില ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ താളിപ്പ്, എണ്ണയും കടുകും കറിവേപ്പിലയും കൂടിയുള്ള താളിപ്പ് മാവിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം എണ്ണ എപ്പോഴും ഹോട്ടായിരിക്കും. നമ്മുടെ വടമാവ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കുഴിവുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് 3 വടകൾ ഒരുമിച്ച് വറുത്തെടുക്കാനുള്ള പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 2 കൈപ്പത്തിയിലും എണ്ണ തടവിയിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് മാവ് ഉരുട്ടിയെടുത്ത് മറു കൈയിൽ വെച്ച് പരത്തിയെടുക്കുക. ഒരല്പം കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്, തിന്നായിട്ടല്ല ഈ വട ഉണ്ടാവുക. ഇനി ഇതിന് തവളവട എന്നുള്ള പേര് വന്നത് 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഇത് ഒരല്പം കട്ടിയില് തവളയെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് തവളവട എന്ന പേര് വന്നതെന്നും പറയുന്നുണ്ട്. ട്രഡീഷണലി അവരുണ്ടാക്കിയിരുന്നത് ഒരു അടികട്ടിയുള്ള ഒരു വെസലായിരുന്നു, ഒരു പാത്രമായിരുന്നു. അതിനെ അവർ വിളിച്ചിരുന്നത് തവളൈ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നതെന്നും പറയുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്ത വടകള് ഇതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം. ഞാൻ എറ്റ് എ ടൈം 3 എണ്ണമാണ് ചേർക്കുന്നത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇതൊരു അല്പം കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളു വേവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റാം. വടകൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 2 വശവും പലതവണ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ ഈവനായിട്ട് അതിന്റെ കളറും വരുള്ളൂ, ഈവനായിട്ട് അതിന്റെ ഉള്ളിൽ കുക്കായും കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. വറുത്ത് കോരി മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള വടകളും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനൊരു ഉഗ്രൻ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. ഉപ്പ് തേച്ച് വറുത്തെടുത്ത പച്ചമുളക് നല്ല ടേസ്റ്റാണ്, വടകളുടെ എല്ലാത്തിന്റെ കൂടെ ചേരും. പിന്നെ സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ
തേങ്ങയുടെ വെളുത്ത ചട്നി, കുറച്ച് കുറുങ്ങനെ ഇരിക്കുന്നത്, പിന്നെ തക്കാളി ചട്നി, പുളിപ്പുള്ള തക്കാളി ചട്നി. ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ് ഇതിന്റെ കൂടെ. അപ്പൊ ഈ വ്യത്യസ്തമായ രുചിയുള്ള, വ്യത്യസ്തമായ പേരുള്ള ഈ വട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.